ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുന്നത് കേരളത്തിലെ രണ്ട് മുന്നണികൾ ആഘോഷിക്കുകയാണ്, LDFും UDFും. കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ തുടരട്ടെ എന്നാണ് CPMകാരുടെ ഒരേ ഒരു ആഗ്രഹം. മറ്റൊന്നുമല്ല, അതിൻ്റെ പേരിൽ അവർക്ക് കുറേ ഈ നരേന്ദ്രമോദി സർക്കാരിനെയും കേരളത്തിലെ BJPയെയും അവർക്ക് എതിരിടാൻ കഴിയുമല്ലോ. ഇപ്പോൾ ഈ പ്രശ്നം കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്ന്, കന്യാസ്ത്രീകളായതുകൊണ്ട്; രണ്ട്, കേരളത്തിൽ നിന്നുള്ളവരാണ്; മൂന്ന്, BJP ഭരിക്കുന്ന സംസ്ഥാനത്താണിത്. അപ്പോൾ ഇത്തരത്തിൽ വിഷയം വളരെ ഗൗരവമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവർ 6 ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, കേരളത്തിൽ BJP ശക്തമായ ഇടം പിടിച്ചു വരികയാണ്. അക്കാര്യത്തിൽ കേരളത്തിലെ ഇരു മുന്നണികൾക്കും വലിയ ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ സ്പേസാണ് BJP അപഹരിച്ചിരിക്കുന്നത് എന്ന് CPMന്റെ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ വോട്ട് ബാങ്കിൽ നിന്ന് തന്നെ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്, അവരുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് വരുന്ന അവസരത്തിലാണ് BJP ക്രൈസ്തവ വിഭാഗവുമായിട്ട് കൂടുതൽ അടുക്കുന്നു. ആ അടുപ്പം അവർക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാനായിട്ടും, തൃശ്ശൂരിൽ ഒരു പാർലമെന്റ് സീറ്റും നിയമസഭയിൽ 2016 ഒരു നിയമസഭാ സീറ്റും ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടിക്ക് ഇനിയും പാർലമെന്റ് സീറ്റ് ഇനിയും ഉയർത്താൻ കഴിയും. അതുപോലെ തന്നെ നിയമസഭാ സീറ്റ് തിരിച്ചു ഒന്നല്ല, അതിന് പകരം 20 മുമ്പിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ ക്രൈസ്തവ സഭയുടെയും പിന്തുണയുണ്ട്. ഇപ്പോൾ നോക്കണം, ഇന്ത്യയിൽ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും ഒക്കെ തന്നെ ക്രൈസ്തവ പിന്തുണയോടുകൂടിയാണ് BJP ഭരണം നടത്തുന്നത്. അപ്പോൾ കേരളത്തിലും ക്രൈസ്തവ പിന്തുണയോടുകൂടി തന്നെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ഈ മൂന്നാമത്തെ തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ജോർജ് കുര്യൻ ഒരു കേന്ദ്ര സഹമന്ത്രി ആയത് അപ്രതീക്ഷിതമായിട്ടാണ്. ആ മന്ത്രിസ്ഥാനത്തിന് പിന്നിൽ കേരളത്തിലുള്ള ക്രൈസ്തവരെ മുഴുവൻ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ BJPയുടെ വളരെ പ്രധാനപ്പെട്ട പദവിയാണ് ജനറൽ സെക്രട്ടറിമാർ. 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒന്ന് അനൂപ് ആന്റണി, അതൊരു ക്രൈസ്തവ മുഖമാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് രാജീവ് ചന്ദ്രശേഖർ അയക്കുന്നത് അനൂപ് ആന്റണിയെയാണ്. അതുപോലെ തന്നെ ഷോൺ ജോർജ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. മുനമ്പം വിഷയം, വഖഫ് ഭേദഗതി ബില്ല്, ഇവയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിൽ ഷോൺ ജോർജിനും മറ്റും സാധിച്ചിട്ടുണ്ട്. അതിൽ ഷോൺ ജോർജിന് ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്താനായിട്ടും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു മുന്നേറ്റം കുറിച്ച് പോകുന്ന അവസരത്തിൽ ഈ BJP ഇപ്പോൾ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ പലരും BJPക്കെതിരെ രംഗത്ത് വന്ന് നിൽക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയെ പശു വിഴുങ്ങി എന്നാണ് പാംപ്ലാനി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ എന്ത് തീരുമാനമാണ് എടുത്തത് എന്നുള്ളത് ഇപ്പൊ കേന്ദ്ര സർക്കാരിനും കേരളത്തിലെ BJP ഘടകത്തിനും കന്യാസ്ത്രീകളെ മോചിപ്പിക്കാവുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ LDF ആയാലും UDF ആയാലും പ്രത്യേകിച്ച് CPM ആയാലും അവരാഗ്രഹിക്കുന്നത് ഇവർ ജയിലിൽ തന്നെ കഴിയട്ടെ. അവർ ജയിലിൽ കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ മുറവിളി കൂട്ടിക്കൊണ്ട് നിൽക്കാം പുറത്ത്, അത് ഞങ്ങൾക്ക് അനുകൂല ഘടകമാക്കാം എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ CPMകാരും ഒക്കെ തന്നെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് SDPIക്കാര് ഇപ്പോൾ വലിയ ക്രൈസ്തവ സ്നേഹമാണ് കാണിക്കുന്നത്. കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നതിൽ കള്ളക്കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നത് SDPIക്കാരാണ്. ഈ SDPIക്കാരാണ് ക്രൈസ്തവരുടെ നേരെ ഒരു കാലത്ത് കടന്നാക്രമണം നടത്തിയത്, ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് ഉൾപ്പെടെ. അങ്ങനെയുള്ള അവർക്ക് ഛത്തീസ്ഗഡിലേക്ക് എത്താനും ഛത്തീസ്ഗഡിലെത്തി ജയിലിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുമായിട്ടുള്ള വ്യഗ്രതയിൽ നിൽക്കുകയാണ്. പക്ഷേ നിയമപരമായിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും
അതീവമായിട്ട് ശ്രദ്ധ പുലർത്തിക്കൊണ്ടാണ് കേരളത്തിലെ BJP ഘടകവും കേന്ദ്രവും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഇരു മുന്നണികൾ, പ്രത്യേകിച്ച് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് BJP നല്ലപോലെ തന്നെ അധ്വാനിച്ചു. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഈ കേരളത്തിൽ BJPയുടെ കളം മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ക്രൈസ്തവർ കൂടുതലായിട്ട് അടുത്തു. അപ്പോൾ BJP വെള്ളം കോരിയത് വെറുതെ ആകുന്നോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ NIA ഈ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഗതി അങ്ങ് മാറും. ഒരുപക്ഷെ 6 മാസം വരെയും ഇവർ അകത്ത് കിടക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ BJPയുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് കേരളത്തിലെ BJPയുടെ ഗതി നിർണയിക്കുന്ന കാര്യമായി തീർന്നിരിക്കുകയാണ് ഈ ഛത്തീസ്ഗഡിലെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും BJPക്ക് കേരളത്തിൽ ഇനിയും ഏറെ പ്രയത്നിക്കേണ്ടി വരും. കാരണം ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന് കുടമുടയ്ക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. അതിനെ ഇനിയും തിരുത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ കൃത്യം ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അതിന് ഇനിയും BJPയിലെ നിരവധി ക്രൈസ്തവ മുഖങ്ങളെ രാജീവ് ചന്ദ്രശേഖർ അണിനിരത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. ബിഷപ്പുമാരോടായാലും ക്രൈസ്തവ സഭകളോടായാലും വിശ്വാസികളോടും കേരളത്തിലെ പൊതുജന മുഴുവനും മറ്റു മതസ്ഥരിൽ പെട്ടവരോടും. കാരണം ഇന്ന് ക്രൈസ്തവരോടാണെന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും മറ്റുള്ളവരോടും ആകാം എന്ന് കരുതുന്ന വിഭാഗക്കാരുണ്ട്. അവർക്കിടയിലുള്ള തെറ്റിദ്ധാരണയും മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ BJP ഘടകം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും ഒക്കെ തന്നെ ക്രൈസ്തവരുടെ തന്നെ വലിയ പിന്തുണയോടുകൂടിയാണ് അവിടെ സംസ്ഥാനം ഭരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ആ ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അതിന് ഇത് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. അവർക്ക് BJP കേരളത്തിലൊരു സ്പേസ് ഉണ്ടാക്കുന്നത് താങ്ങാൻ കഴിയത്തില്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു വലിയ പതനമായിരിക്കും സംഭവിക്കാൻ പോവുക എന്നവർക്കറിയാം. അതിലൂടെ പിന്നെ ആ ഒരു മുന്നണി തന്നെ തകർന്നു പോകുന്ന സാഹചര്യത്തിലേക്കും എത്തും എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കന്യാസ്ത്രീകൾ ഇനിയും ജയിലിൽ കിടക്കട്ടെ എന്നവർ മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ ഈ ക്രൈസ്തവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് BJP പിടിച്ചടക്കാൻ യത്നിച്ചത് വെറും പാഴായോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഇനി BJPക്ക് എന്ത് വിലയും കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്.